ഏതോ ജന്മകൽപ്പനയുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് അശ്വിൻ സായിറാമിൻ്റെ വീട്ടിൽ നിന്ന്. അശ്വിനാണെങ്കിൽ കൂടെ പോകുന്നുണ്ട്. കൂടെ പോയിട്ട് ശ്രുതിനെ വിളിച്ചു നിർത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്, അങ്ങനെ ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് സന്തോഷമൊക്കെ ഉള്ളൂ. ഞാൻ ലാവണ്യ നല്ല കുട്ടീന്, ലാവണ്യ മേഡം നല്ല കുട്ടീന്, നിങ്ങൾ നല്ല ജോഡി എന്നൊക്കെ പറഞ്ഞ് മതി നിർത്ത് നിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അശ്വിൻ ദേഷ്യപ്പെടുന്നൊക്കെ ഒരു ഭാഗമുണ്ട്. എന്തായാലും അതിനുശേഷം വീട്ടിൽ ചെന്നിട്ടും ശ്രുതി വല്ലാത്ത വിഷമത്തിലൊക്കെ ഇനി പാദസരം കിട്ടിയൊരു സന്തോഷം പോലും ശ്രുതിയുടെ മനസ്സിലില്ല. കാരണം അശ്വിൻ്റെയും അതുപോലെ തന്നെ ലാവണ്യരെയും വിവാഹം ഉറപ്പിച്ചത് നമ്മുടെ ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമമായിട്ടുണ്ട്. അത് ശരിക്കും ശ്രുതിയോടുള്ളൊരു ദേഷ്യം പോലെ ആയിരുന്നു അശ്വിന് പിന്നെ അതിൽ നിന്ന് മാറാനും പറ്റണില്ല. അശ്വിൻ സാറിന് എന്തായാലും അത് ഭയങ്കര വിഷമമായിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം പിന്നീട് നമ്മുടെ ശ്യാം വരുന്നുണ്ട്. ശ്യാം വന്നിട്ട് ശ്രുതിയുടെ വീട്ടുകാർ കാണാതെ ശ്രുതിയുടെ വീടിൻ്റെ ഗേറ്റുമേൽ ശ്യാം അതുപോലെ തന്നെ വെഡ്സ് അല്ലെങ്കിൽ ഒരു ലൗച്ചിനൊക്കെ ഇട്ടിട്ട് ശ്രുതി എന്നൊക്കെ എഴുതി നിറച്ചിങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റുകളൊക്കെ എഴുതിയപ്പോൾ ശ്രുതിയുടെ അമ്മ കണ്ടിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് അന്ന് വലിച്ച് അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നാട്ടുകാർ അത് ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി നീ കല്യാണത്തിന് സമ്മതിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിനെയും ശ്യാമിനെയും എല്ലാവരെയും കൂടി അശോകൻ്റെ മുന്നിൽ നിർത്തി കഴിഞ്ഞിട്ട് സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. അമ്മായിയോ അത് അങ്ങനെ തന്നെയാണ്, സത്യം ചെയ്യിപ്പിക്കുന്നത്. നീ സത്യം ചെയ്യണം, അല്ലെങ്കിൽ നീ കാര്യം പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു നിവർത്തില്ലാണ്ട് നിങ്ങൾ ആരെന്ത് പറയുന്നോ അത് ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടി കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ശ്രുതി സമ്മതിക്കില്ല എന്നാണ് അച്ഛൻ വിചാരിച്ചത്. ശ്രുതി സമ്മതിച്ചോടുകൂടി അച്ഛൻ വല്ലാത്ത വിഷമത്തിലൊക്കെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ അവിടെ സായിറാമിൻ്റെ വീട്ടിലും അശ്വിൻ സായിറാമിൻ്റെ വീട്ടിൽ വിവാഹം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ഇനി മുത്തശ്ശി അവൻ്റെ മനസ്സ് മാറുന്നേക്കാൾ മുന്നേ ലാവണ്യനായിട്ടുള്ള നിശ്ചയം നടത്താനുള്ള തയ്യാറെടുപ്പാണ്. അതേസമയം തന്നെ നമ്മുടെ ശ്യാമും ശ്രുതിനായിട്ടുള്ള നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ജലിയോട് സ്നേഹത്തോടൊക്കെ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അനുഗ്രഹിക്കണം എന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും വേറൊരു കല്യാണം കൂടി കഴിക്കാൻ പോകുമല്ല, ഈ ഒരു പൂതിയൊക്കെ അയാൾ അവിടെ കാണിക്കുന്നൊക്കെ ഉണ്ട്. രണ്ട് വീട്ടിലും വിവാഹ നിശ്ചയം നടക്കുന്നു. എന്തായാലും രണ്ട് വധുക്കളും രണ്ട് വരന്മാരൊക്കെ ഇനി എന്തായാലും നല്ല നല്ല ഭാഗങ്ങളൊക്കെ ഇനി അടുത്ത ആഴ്ചയിലത്തെ ഏതോ ജന്മകൽപ്പനയിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.